നിറഞ്ഞവരെ, ഹല്ലേലൂയയ്ക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോ സുവിശേഷത്തിലൂടെ നമ്മളെ പല ഉപമകളിലൂടെയാണ് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഓരോ ഉപമകളും പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ കൂടെ ഉണ്ട്. പല ഉപമകളും അന്നത്തെ സാഹചര്യമാണെങ്കിൽ കൂടി ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ ഉപമകൾക്ക് അനുയോജ്യമായ രീതിയിൽ പല കാര്യങ്ങളും കടന്നു പോകും. നമ്മൾ അവ കാണുവാനായിട്ട് നമുക്കത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. ശരിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് പുറകോട്ടും തിരിഞ്ഞു നോക്കുകയാണെങ്കിലും പല സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളൊക്കെ ചെന്നപ്പെട്ട് കഴിയുമ്പോഴും എന്ത് പറയണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മൾ നിഷ്കളങ്കരായിട്ട് നിഷ്ക്രിയരായിട്ടൊക്കെ നിന്ന് പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ബബ്ബ വെച്ച് പോയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് തമ്പുരാൻ നമ്മളോട് അതിനു മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ. അതായത് നമ്മൾ എല്ലാ മേഖലയിലും നല്ല വിവേകത്തോടെ അറിവോടുകൂടി ഇരിക്കുമ്പോൾ, നിഷ്കളങ്കരായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുക, നമ്മളിലൂടെ അത് തിരിച്ച് മറുപടി കൊടുക്കുവാനും പ്രാവർത്തികമാകുവാനും ഒക്കെ സാധിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മുടെ ബൈബിൾ അധിഷ്ഠിതമായുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിവേകവും പക്വതയും ഒക്കെ പല സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്കെന്ത് തോന്നുന്നു? ഇതുപോലെ വിവേകത്തോടും പക്വതയോടും സംസാരിക്കുവാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് ഉള്ളിൽ തന്നിട്ടുള്ളത് കൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോഴും എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.